വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അടുത്ത ദിവസം രാവിലെ സിയ ലാബിൽ നിന്ന് മടങ്ങുമ്പോൾ ഓൺലൈനിൽ ആരോ ഷിയാന്റെ ഫോട്ടോ അവൾ അറിയാതെ എടുത്തിരിക്കുന്നതും അതിന് താഴെ മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും ഫെങ് അവന് കാണിച്ചു കൊടുക്കുന്നു. ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് സിയ ആദ്യം ഒന്ന് ഒഴിഞ്ഞു മറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഷിയാൻ അറിയാതെ അവളെ ഫോളോ ചെയ്യുന്ന ഏതോ പൂവാലനാണ്. അവൾക്ക് അപകടം വരാൻ സാധ്യതയുണ്ടെന്ന് ഫെങ് പറഞ്ഞപ്പോൾ അവൻ വേഗം ഫോൺ വാങ്ങി നോക്കിയിട്ട് തിരികെ ലാബിലേക്ക് തന്നെ ഓടുന്നു. അവിടെ ചെന്നിരുന്ന് അവൻ എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് അവൻ മടങ്ങുമ്പോൾ രാത്രിയായിരുന്നു. വഴിയിൽ ഷിയാൻ കാത്തിരിക്കുന്ന കണ്ട് ഫെങ് ആയിരിക്കും അവളോട് പറഞ്ഞു കൊടുത്തതെന്ന് സിയയ്ക്ക് മനസ്സിലാകുന്നു. രാത്രിയിൽ ഇങ്ങനെ തനിച്ചിരിക്കാൻ പേടിയില്ല എന്ന് ചോദിച്ച് അവൻ അവൾക്കരികിലേക്ക് ചെല്ലുന്നു. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ എന്നോട് ഒന്നിനെക്കുറിച്ചും പറയാതിരുന്നത് എന്താണ്? പുതിയ ജീവിതം എന്നൊക്കെ നീ വെറുതെ എക്സ്ക്യൂസ് പറഞ്ഞതാണല്ലേ? എന്നോട് നല്ലൊരു ഭാവി കണ്ടെത്താൻ നീ പറഞ്ഞത് നിനക്ക് പേടിയുള്ളത് കൊണ്ടാണല്ലേ? ഇത്ര നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ നീ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ എന്ന് ഷിയാൻ അവനോട് ചോദിക്കുന്നു. നമുക്കിടയിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് നീ എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് സിയ തിരിച്ചു വെച്ചപ്പോൾ അത് ഇത്ര ആലോചിക്കാൻ എന്താണ്? അത് വെറും സിമ്പിൾ അല്ലേ എന്ന് ഷിയാൻ ചോദിക്കുന്നു. നിനക്കധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഡെസ്ക്മേറ്റ് ആയിരുന്ന സമയത്ത് അടുത്തിടപഴകിയപ്പോൾ നീ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ പ്രണയമായി തെറ്റിദ്ധരിച്ചാണെന്ന് സിയെ പറയുന്നു. 4 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഈ 4 വർഷങ്ങളായി എനിക്ക് എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നാണോ നീ പറയുന്നത്? എനിക്ക് നിന്നോടുള്ളത് പ്രണയമാണോ അതോ എൻ്റെ വെറും തോന്നലാണോ എന്ന് പലതവണ ഞാൻ നിന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഒരു സംശയമില്ലാതെ ഉറപ്പിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം മാത്രമാണ് എന്ന് ഷിയാൻ പറയുന്നു. സിയെ ബാക്കി കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ ഒഴിഞ്ഞു മാറി മുന്നോട്ട് പോകാൻ തുടങ്ങിയെങ്കിലും ഷിയാൻ മുന്നിൽ കയറിയാണ് തടഞ്ഞിട്ട്, നിനക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ആ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ. നിന്റെ ലവർ അല്ല എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. ഒരു നിമിഷം ആലോചിച്ച് നിന്നിട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. നീ എന്താണ് ഇങ്ങനെ കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല. സത്യം നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്നതാണ് എന്ന് പറഞ്ഞ് ഷിയാൻ പോകുന്ന വഴിക്ക് വഴിയിൽ കണ്ട മരത്തിനോടും വേസ്റ്റ് ബിന്നിനോടുമൊക്കെ അത് സിയെയാണെന്ന് സങ്കല്പിച്ച് നിനക്ക് സത്യം എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? ഇങ്ങനെ വട്ടം ചുറ്റേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചവൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആരോ മറിഞ്ഞു നിന്ന് ഷിയാന്റെ ഫോട്ടോ എടുക്കുന്നതും കാണിക്കുന്നു. ആരോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്കും തോന്നിയതിനാൽ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. സിയ ആകെ മൂഡ് ഓഫ് ആയാണ് റൂമിലേക്ക് വന്നത്. റൂമിന്റെ വാതിൽക്കൽ അവനെ കാത്ത് ശിഷ്യ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെയും കൂടി ഇവിടെ താമസിപ്പിക്കും എന്ന് സിയയെ കണ്ടതും അവൻ ചോദിക്കുന്നു. ഷിയാൻ നടക്കുന്ന വഴിക്ക് തൻ്റെ സങ്കടം പറയാൻ ഷാദിയെ വിളിക്കുന്നുണ്ട്. ശിശി എവിടെയാണെന്ന് പോലും അറിയാതെ സങ്കടത്തിലാണ് ഷാദി. രണ്ടുപേരും തങ്ങളുടെ ലവ് ലൈഫ് ഇങ്ങനെ ട്രാജഡി ആയിപ്പോയല്ലോ എന്ന് പരസ്പരം പറയുന്നുണ്ട്. നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റിയ ഒരു ഐഡിയ എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഷാദി ആവശ്യത്തോടെ പറയുന്നു. സിയെ ഹോസ്റ്റലിൽ താമസിക്കാതെ ഇങ്ങനെ റൂമെടുത്ത് താമസിക്കുക എന്താണെന്ന് ശിശി ചോദിക്കുന്നു. പാർട്ട് ടൈം ജോബും കാര്യങ്ങളുമായി തിരക്കായതിനാൽ ഹോസ്റ്റൽ സമയത്തിനനുസരിച്ച് അവിടെ കയറാൻ പറ്റാതായപ്പോൾ വേറെ വീടെടുത്താണ് എന്നവൻ അറിയിക്കുന്നു. കൂടെ പഠിക്കുന്ന ആരൊക്കെയുമായി തല്ലുണ്ടാക്കിയത് കാരണം ശിശിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് എന്ന് വീട്ടിലറിഞ്ഞപ്പോൾ അച്ഛൻ അവനെ ഇറക്കി വിട്ടു. അവനിപ്പോൾ പോകാൻ സ്ഥലമില്ല. അതുകൊണ്ടാണ് സിയെ തേടി വന്നത്. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ഷാദിയെക്കുറിച്ച് സിയെ ചോദിക്കുന്നു. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്ന് ശിശി പറഞ്ഞപ്പോൾ സിയെ ഒന്ന് കളിയാക്കി ചിരിച്ചിട്ട്, നിങ്ങൾ മിക്കവാറും ബ്രേക്കപ്പ് ആവുകയും വീണ്ടും ഒന്നിക്കുകയാണല്ലോ പതിവ് എന്ന് ചോദിക്കുന്നു. ഇത്തവണ അങ്ങനെയല്ല, സീരിയസ് ആണ്. എപ്പോഴും അവളാണെന്നേ ഡംപ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ ഞാനാണ് അവളെ ഡംപ് ചെയ്തത്. അതിലെങ്കിലും എനിക്ക് ജയിക്കാൻ പറ്റിയെന്ന് ശിശി പറയുന്നു. പക്ഷെ അവൻ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. നീ വെറുതെ തമാശ പറയണ്ട എന്ന് സിയെ പറഞ്ഞപ്പോൾ സത്യമാണ്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്? അവളോട് എനിക്കൊന്നും പറയാൻ കഴിയില്ല. അവൾക്ക് എന്നേക്കാൾ നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് ശിശി പറയുന്നു. എത്ര നാൾ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റുമെന്ന് സിയെ ചോദിച്ചപ്പോൾ നിനക്ക് എത്ര നാൾ പറ്റുമോ അത്രയും നാളെന്ന് ശിശി പറയുന്നു. സിയെ പറഞ്ഞാലേ ഷാദി അറിയൂ എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അടുത്ത ദിവസം ഫെങ് ലാബിൽ നിന്ന് വരുമ്പോൾ ഷിയാൻ വഴിയിൽ അവനെ പിടിച്ചു നിർത്തുന്നു. ഷിയാനെ കണ്ടതും അവൻ തിരിഞ്ഞാടാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ വീണ്ടും പിടിച്ചു നിർത്തുന്നു. സിയെക്കുറിച്ച് ചോദിക്കാനായിരിക്കുമെന്ന് കരുതി ഞാൻ നല്ല തിരക്കിലാണ് എന്ന് പറഞ്ഞ് ഫെങ് ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ഞാൻ വന്നത് കമ്പ്യൂട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫ്രഷേഴ്സിൻ്റെ പാർട്ടിക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കുറച്ച് സീനിയേഴ്സിനെ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചേട്ടന് സമയമുണ്ടോ എന്ന് ചോദിക്കാനായിരുന്നു. ചേട്ടന് തിരക്കാണെങ്കിൽ പോയിക്കോ, ഞാൻ വേറെ ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞ് ഷിയാൻ തിരിഞ്ഞടക്കാൻ തുടങ്ങുന്നു. ആ നമ്പർ ശരിക്കും ഏറ്റു. എനിക്ക് തിരക്കൊന്നുമില്ല, ഞാൻ വരാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് ഫെങ് അവളെ പിടിച്ചു നിർത്തുന്നു. ഷിയാൻ തൻ്റെ ശരിക്കുള്ള ഉദ്ദേശം അതോടെ പുറത്തെടുക്കുന്നു. ചേട്ടന് ഫ്രീ ആണെങ്കിൽ എനിക്ക് വേണ്ടി വേറെ സഹായം കൂടി ചെയ്യുമോ എന്നവൾ ചോദിക്കുന്നു. അവൻ സമ്മതമല്ലാത്ത മട്ടിൽ മുഖം തിരിച്ചപ്പോൾ ജീവനെ കാണാൻ വേണ്ടി ഫ്രഷേഴ്സ് പാർട്ടിക്ക് വരാൻ ഒരുപാട് സീനിയേഴ്സിന് ആഗ്രഹമുണ്ട്. ഞാൻ വേറെ ആരെങ്കിലും നോക്കണോ എന്ന് ചോദിച്ച് ഷിയാൻ ജാടയിടുന്നു. അതോടെ ഫെങ് അവളെ സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. സിയയുടെ പുതിയ ജോലിസ്ഥലം അറിയുകയായിരുന്നു ഷിയാൻ്റെ ലക്ഷ്യം. അവൻ അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. സിയ ജോലിസ്ഥലം മാറാൻ എന്താണ് കാരണമെന്ന് ഷിയാൻ ഫെങ്ങിനോട് ചോദിക്കുന്നു. സിയെ നാണം കെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഡോങ് മനഃപൂർവ്വമാണ് നിങ്ങളെ അന്ന് സിയെ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ അവൻ്റെ ഉദ്ദേശം നടക്കാതെ വന്നപ്പോൾ ദേഷ്യം തീർക്കാൻ അവൻ മാനേജരോട് പരാതിപ്പെട്ടു. അത് കാരണം സിയയ്ക്ക് അവിടെ ജോലി നഷ്ടമായി. പക്ഷെ ഒരു തരത്തിൽ അത് നന്നായി എന്ന് പറയാം. ആ റെസ്റ്റോറൻറ്റ് കോളേജിൽ നിന്ന് കുറച്ച് ദൂരെയല്ലായിരുന്നു. ഇതിപ്പോൾ അടുത്ത് തന്നെ കിട്ടിയല്ലോ. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ നിന്നെ ഇവിടെ കൊണ്ട് വിട്ട സ്ഥിതിക്ക് പറഞ്ഞിരുന്ന പോലെ തന്നെ എന്നെ ഗ്രൂപ്പ് ചാറ്റിൽ ആഡ് ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞ് ഫെങ് പോകാൻ തുടങ്ങിയപ്പോൾ ഷിയാൻ വീണ്ടും അവനെ പിടിച്ചു നിർത്തിയിട്ട് കയ്യിലിരുന്ന പാക്കറ്റ് കാണിച്ച് ഇതിൽ കുറച്ച് ഡിഷസ് ആണ്, ഇത് അവനൊന്ന് കൊടുക്കാമെന്ന് ചോദിക്കുന്നു. ഞാൻ ഇനിയും ചെന്നാൽ അവന് കാര്യം മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് ഫെങ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഷിയാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവൻ അത് വാങ്ങി സിയുടെ അടുത്തേക്ക് പോകുന്നു. തിരക്ക് കാരണം നിനക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ ഫുഡുമായി വന്നാണ് സിയോട് കള്ളം പറഞ്ഞ് പാത്രം അവൻ പുറത്തെടുത്ത് വയ്ക്കുന്നു. പക്ഷെ അതിന് മുകളിൽ ഒട്ടിച്ചിരുന്ന കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അത് ഷിയാനാണ് കൊടുത്തു വിട്ടതെന്ന് സിയയ്ക്ക് മനസ്സിലാകുന്നു. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ കള്ളി വിളിച്ചത് മനസ്സിലായതിനാൽ ഫെങ് കുറ്റം സമ്മതിക്കുന്നു. നിനക്ക് അവളുടെ ഹാൻഡ് റൈറ്റിംഗ് പോലും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്കിടയിൽ ശരിക്കും എന്തോ ഉണ്ടല്ലേ?
എന്ന് ചോദിച്ച് ഫെങ് അവനെ കളിയാക്കുന്നു. ഷിയാൻ ഗേറ്റിനടുത്ത് നിൽപ്പുണ്ട് എന്നറിഞ്ഞ് സിയെ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ആരോ മറഞ്ഞു നിന്ന് അവളുടെ ഫോട്ടോ എടുക്കുന്ന അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. സിയെ വേഗം ഓടി ഇറങ്ങി അവിടേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ക്യാമറ പിടിച്ചു വാങ്ങി പരിശോധിക്കുന്നു. അതിൽ ഷിയാൻ്റെ ഫോട്ടോ കണ്ട് അവൻ മെമ്മറി കാർഡ് ഊരിയെടുത്തിട്ട് ഇനി മേലിൽ അവളുടെ പുറകെ വന്നു പോകരുതെന്ന് താക്കീത് കൊടുക്കുന്നു. അയാൾ വേഗം ക്യാമറ തിരികെ വാങ്ങി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതെല്ലാം കണ്ട് ആകെ അമ്പരം നിൽക്കാമെന്ന് ഷിയാനെ വണ്ടിയിൽ കയറ്റി വിടാൻ അവനൊപ്പം ചെല്ലുന്നു. അയാൾ പുറകിന് വന്നത് ഞാൻ അറിഞ്ഞതേ ഇല്ല എന്ന് അവൾ പറയുന്നു. സിയെ താനുണ്ടാക്കി ആ യന്ത്രം ഷിയാന് നൽകുന്നു. ഇതെന്താണെന്ന് ചോദിച്ച് ഷിയാൻ അതിൽ വലിച്ചപ്പോൾ സൈറൻ മുഴകാൻ തുടങ്ങുന്നു. ഇതൊരു അലാമാണ്, എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഇത് ഉപയോഗിച്ചാൽ മതി എന്നവൻ പറയുന്നു. അയാൾ എന്നെ ഫോളോ ചെയ്യുന്ന കാര്യം നിനക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് ഷിയാൻ സന്തോഷത്തോടെ ചോദിക്കുന്നു. സിയെ മറുപടി പറയാതെ ടാക്സി വിളിക്കാനായി കൈ നീട്ടിയപ്പോൾ എന്നെ ഇപ്പോഴേ പറഞ്ഞു വിടല്ലേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്നവൾ പറയുന്നു. ശിശി എവിടെയാണെന്ന് അറിയാമോ എന്ന് ഷാദി നിന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്നവൾ പറഞ്ഞപ്പോൾ മറ്റുള്ളവരെ കുറിച്ചൊരു ദുഃഖിയാൻ നിനക്കിപ്പോൾ മൂടുണ്ടോ? എനിക്കിതിനെ തീരെ മനസ്സിലാകുന്നില്ല. ഒരാൾ നിന്റെ ഫോട്ടോസ് എടുത്ത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തിട്ട് അത് ആരാണ് എന്ന് പോലും നീ ഇതുവരെ അന്വേഷിച്ചില്ല. ഇത്ര നേരം നിന്നെ പിന്തുടർന്ന് നിന്റെ ഫോട്ടോസ് എടുത്തത് നീ അറിഞ്ഞു പോലുമില്ല. നിനക്കൊന്നും ഒരു പ്രശ്നമല്ലേ? മറ്റുള്ളവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ മതിയോ എന്നൊക്കെ ചോദിച്ച് സിയെ ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞവൾ സോറി പറയുന്നു. അവൻ തൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ ഷിയാൻ നല്ല സന്തോഷമാകുന്നുണ്ട്. സിയെ ഒരു ടാക്സി വിളിച്ചു നിർത്തി അവളോട് അതിൽ കയറാൻ പറഞ്ഞെങ്കിൽ തനിച്ചു പോകാൻ എനിക്ക് പേടിയാണെന്ന് അവൾ പറഞ്ഞതിനാൽ അവൻ കൂടെ ചെല്ലുന്നു. വണ്ടിയിലിരിക്കുമ്പോൾ നീ എന്നെ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇനിയെങ്കിലും നിൻ്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ഷിയാൻ ചോദിക്കുന്നു. പക്ഷെ അവൻ മറുപടിയൊന്നും പറയുന്നില്ല. കോളേജിനടുത്ത് അവളെ ഇറക്കിയിട്ട് എനിക്ക് തിരികെ ജോലിക്ക് കയറണം, അതുകൊണ്ട് ഞാൻ ഈ വണ്ടിയിൽ തന്നെ മടങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയപ്പോൾ എന്നോട് സത്യം പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് അവൾ വീണ്ടും ചോദിക്കുന്നു. അടുത്ത ടൈമിൽ ഞാൻ സ്കോളർഷിപ്പ് കിട്ടി വിദേശത്തേക്ക് പഠിക്കാൻ പോകും എന്ന് മാത്രം പറഞ്ഞ് സിയെ തിരികെ പോകുന്നു. വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന വിവരം അന്ന് രാത്രി സിയെ ശിശുയോട് പറഞ്ഞപ്പോൾ ഷിയാൻ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവിടെ അഡ്മിഷൻ വാങ്ങിയത് നിനക്ക് വേണ്ടി മാത്രമാണ്. നീ അവളെ കണ്ടില്ലെന്നടിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇപ്പോൾ അവളുടെ ഫീലിങ്സ് കണ്ടില്ലെന്ന് വെച്ചാൽ നാളെ നീ അതോർത്ത് ദുഃഖിക്കേണ്ടി വരുമെന്ന് ശിശു പറയുന്നു. നിനക്ക് എൻ്റെ കാര്യം അറിയാവുന്നതല്ലേ, ഒരു റിലേഷൻഷിപ്പിലാവാനുള്ള യോഗ്യത എനിക്കിപ്പോഴില്ല എന്ന് സിയെ പറഞ്ഞപ്പോൾ അതിനെന്താണ് ഇത്ര യോഗ്യത വേണ്ടത്? പരസ്പരം ഇഷ്ടമായാൽ മാത്രം പോരെ എന്ന് ശിശു ചോദിക്കുന്നു. നീ എന്തിനാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നതെന്ന് ചോദിച്ച് സിയെ അവനോട് ദേഷ്യപ്പെട്ടപ്പോൾ ഇത് രണ്ട് കേസാണ്. എൻ്റെ കാര്യം പോലെ അല്ല നിൻ്റേത് എന്നൊക്കെ ശിശു വീണ്ടും പറയുന്നു. പക്ഷേ എന്നെ വെറുതെ ഉപദേശിക്കണ്ട, എൻ്റെ കാര്യം എനിക്കറിയാമെന്ന് പറഞ്ഞ് സിയെ വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടി പറഞ്ഞതാണ്, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ശിശു ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. സിയയുടെ ദേഷ്യം എന്നിട്ടും അടങ്ങിയിരുന്നില്ല. അടുത്ത ദിവസം ഷിയാൻ ആനിമേഷൻ ക്ലാസ്സിലിരിക്കുമ്പോൾ സിയെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ സിയയുടെ അടുത്ത് വരെ ഒന്ന് പോകാമോ എന്ന് ക്ലാസിൻ്റെ പ്രസിഡന്റ് ഷിയാനോട് ചോദിക്കുന്നു. മടിച്ചാണ് അവൾ പോകാമെന്ന് സമ്മതിച്ചത്. അവൾ ചെല്ലുമ്പോൾ ലാബിൽ സിയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഷിയനെ കണ്ട് നീ എന്താണ് ഇവിടെ എന്നവൻ ചോദിച്ചപ്പോൾ അവൾ പ്രസിഡന്റ് നൽകിയ പെൻഡ്രൈവ് അവന് നൽകിയിട്ട് വിവരം പറയുന്നു. അവനത് വാങ്ങി തിരികെ സീറ്റിലിരുന്ന് വീണ്ടും ജോലിയിൽ മുഴുകാൻ തുടങ്ങിയപ്പോൾ നീ ഇന്നലെ പറഞ്ഞ എക്സ്ക്യൂസ് ഒന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നെ ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിന്നെ ഫോഴ്സ് ചെയ്യാനല്ല ഞാൻ വന്നത്. നീ എന്തൊക്കെ പറഞ്ഞാലും എത്ര തവണ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഷിയാൻ തൻ്റെ അടുത്ത ലക്ഷ്യം തീരുമാനിച്ച വിവരം ഷാദിയോട് അന്നേരത്തെ പറയുന്നുണ്ട്. സിയയ്ക്കൊപ്പം വിദേശത്തേക്ക് പഠിക്കാൻ പോവുക എന്ന ലക്ഷ്യത്തോടെ അവൻ്റെ റിസർച്ച് ടീമിൽ അംഗമാവുക എന്നുള്ളതാണ് അവളുടെ പ്ലാൻ. ഷാദിയുടെ കയ്യിൽ ആ സമയത്ത് നക്ഷത്രഫലം നോക്കുന്നൊരു പുസ്തകം ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നോക്കിയപ്പോൾ ഷിയാൻ ഇപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങാൻ പറ്റിയ സമയമല്ലെന്നും പരാജയപ്പെടുന്നതൊക്കെ എഴുതിയിരിക്കുന്നത് വായിച്ച് കേൾപ്പിച്ചിട്ട് റിസർച്ച് ടീമിൽ അംഗമാകാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഷാദി പറയുന്നു. നീ വെറുതെ ഇങ്ങനെ പൊട്ടത്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിൻ്റെയും ശിശുടെയും കാര്യത്തിൽ ഞാൻ സഹായിക്കില്ല. ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിലും എനിക്ക് സ്വയം എന്നെ സഹായിച്ചേ പറ്റൂ. സിയയുടെ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ അവനൊപ്പം ഇല്ലാതിരുന്നതിന് പകരം ഇനിയുള്ള ദിവസങ്ങൾ അവൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ തീരുമാനം എത്ര ഉറച്ചതാണെന്ന് എനിക്ക് അവന് കാണിച്ചു കൊടുക്കണം. എങ്ങനെയെങ്കിലും ഞാൻ റിസർച്ച് ടീമിൽ അംഗമാകുമെന്ന് ഷിയാൻ തീർത്തു പറയുന്നു. റിസർച്ച് ടീമിലേക്ക് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഇൻ്റർവ്യൂ ടീമിൽ പ്രൊഫസർ ഇക്കൊപ്പം സിയെയും ഉണ്ടായിരുന്നു. ഷിയാൻ്റെ ബയോഡേറ്റ കണ്ടപ്പോൾ അടുത്തയാൾ നിൻ്റെ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണല്ലോ എന്ന് സാർ പറഞ്ഞു കേട്ട് സിയെ ബയോഡേറ്റ നോക്കിയപ്പോഴാണ് ഷിയാൻ അപ്ലൈ ചെയ്ത് അവൻ അറിയുന്നത്. അപ്പോഴേക്ക് ഷിയാൻ അകത്തേക്ക് വന്ന് സെൽഫ് ഇൻട്രഡക്ഷൻ നടത്തുന്നു. അവളുടെ മുഖത്ത് നല്ല ചിരിയുണ്ടായിരുന്നു. അവൾ സിയെ നോക്കി ചിരിക്കുന്നത് കണ്ട് പ്രൊഫസർ അല്പം ദേഷ്യത്തിൽ തന്നെ താൻ എന്തിനാണ് ചിരിക്കുന്നത്, ഇവിടെ തമാശ വരെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഷിയാൻ്റെ ചിരി മായുന്നുണ്ട്. താൻ എന്തിനാണ് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പ്രൊഫസർ ചോദിച്ചപ്പോൾ ഷിയാൻ സിയെ നോക്കുന്നുണ്ട്. അവളുടെ മറുപടി എന്താണെന്ന് കാണിക്കുന്നില്ലെങ്കിലും സന്തോഷത്തോടെയാണ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവളുടെ തൊട്ടുപുറകെ തന്നെ സിയെ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാണ് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്തതെന്ന് ചോദിക്കുന്നു. നിനക്കൊപ്പം വിദേശത്തേക്ക് പോകാൻ വേണ്ടി തന്നെയാണ് എന്നവൾ പറഞ്ഞപ്പോൾ അത് നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. അതിനുവേണ്ടി നിനക്ക് ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നീ ഇപ്പോൾ ആനിമേഷൻ ക്ലബ്ബിൽ അംഗമല്ലേ, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നിനക്ക് സമയം തികയാറുണ്ടോ എന്ന് സിയെ ചോദിക്കുന്നു. എനിക്കതിന് പറ്റും, ഞാൻ അതിനുവേണ്ടി കൂടുതൽ സമയം കണ്ടെത്തിക്കോളാം. നീയും ഡ്രോയിങ്ങും എൻ്റെ 2 പ്രചോദനമാണ് എന്ന് ഷിയാൻ പറയുന്നു. നിനക്ക് കമ്പ്യൂട്ടിംഗ് ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടി നീ അത് മെയിനായി എടുത്തതിന് എന്താണ് കാരണമെന്ന് ഞാൻ കുറേ ദിവസമായി ആലോചിക്കുകയായിരുന്നു. അതെനിക്ക് വേണ്ടിയാണല്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ ഷിയാൻ്റെ മുഖത്ത് നാണം കലർന്നൊരു പുഞ്ചിരി വിടരുന്നു. ഇവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി 1 വർഷം നീ വളരെയധികം കഷ്ടപ്പെട്ടതല്ലേ, നിനക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇനിയെങ്കിലും ചെയ്യാതിരുന്നു കൂടെ? ഓരോ തീരുമാനം എടുക്കുന്നതിന് മുമ്പും നിനക്ക് ഒരിക്കലും കൂടി ചിന്തിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രതീക്ഷ. നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് നന്നായി ചിന്തിച്ചു നോക്കാൻ സിയെ പറയുന്നു. ഞാൻ നല്ലതുപോലെ ആലോചിച്ചു. വിദേശത്തേക്ക് പോവുകയാണ് എന്നാണ് നിൻ്റെ എക്സ്ക്യൂസെങ്കിൽ എനിക്കും അവിടേക്ക് വരാൻ കഴിയും.
അതിൻ്റെ പേരിൽ നിന്നെ വേണ്ടത് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല. നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നേടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകുമോ എന്നതാണോ നിൻ്റെ ടെൻഷൻ എന്ന് അവൾ ചോദിക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. നീ മനസ്സ് വെച്ചാൽ നീ ആഗ്രഹിക്കുന്ന എന്ത് നേടിയെടുക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇതൊരു ചെറിയ കാര്യമല്ല. നന്നായി ആലോചിച്ച് വേണം പ്രവർത്തിക്കാൻ എന്നവൻ വീണ്ടും പറയുന്നു. നീ റിസർച്ച് ടീമിൽ ഉള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ ഈ തീരുമാനത്തിൽ ദുഃഖിക്കില്ല. എനിക്കതിന് കഴിയും. എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ് ഷിയാൻ അവിടെ നിന്ന് പോകുന്നു. ഷിയാൻ അടുത്ത ദിവസം ആനിമേഷൻ ക്ലബ്ബിലിരിക്കുന്ന സമയത്ത് അടുത്ത് തന്നെ നടക്കാൻ പോകുന്ന ഒരു ഡ്രോയിങ് മത്സരത്തിന്റെ ഓർഗനൈസറായ പ്രസിന്റെ ചീഫ് എഡിറ്റർ പ്രസിഡന്റിനൊപ്പം അവിടെ എത്തുന്നു. പ്രസിഡന്റ് മുമ്പ് വരയ്ക്കാൻ ഏൽപ്പിച്ചിരുന്ന ഒരു ചിത്രം പൂർത്തിയാക്കിയത് ഷിയാൻ അവനെ കാണിച്ചപ്പോൾ എഡിറ്ററും അത് കാണുന്നു. അവൾ ശരിക്കും ടാലന്റഡ് ആണ്, മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുമെന്നാണ് പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് അവളെ അഭിനന്ദിച്ചിട്ടാണ് അവൻ പോയത്. പക്ഷേ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്ന് പ്രസിഡന്റ് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഷിയാൻ വേഗം അവിടെ നിന്ന് പോകുന്നു. സിയെ ജോലി ചെയ്യുന്ന കഫേയിലേക്കാണ് അവൾ പോയത്. അവിടെ ഒരു ടേബിളിൽ പഠിക്കാൻ എന്നതുപോലെ അവൾ ഇടം പിടിക്കുന്നു. കിട്ടുന്ന അവസരത്തിലെല്ലാം സിയെ ഒളിഞ്ഞു നോക്കിയാണ് പ്രധാന ലക്ഷ്യം. കുറേ സമയം കഴിഞ്ഞപ്പോൾ സിയെ അവൾക്ക് കുടിക്കാൻ എന്തോ നൽകിയിട്ട്, നീ 2 ദിവസമായി ഇതേ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയാണല്ലോ, നിനക്ക് ഇതുവരെ തീർക്കാൻ കഴിഞ്ഞില്ലേ, നിന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഷിയാൻ അവൻ്റെ ഗൗരവം കണ്ട് ചിരി വന്നെങ്കിലും അത് കടിച്ചമർത്തിക്കൊണ്ട്, റിസർച്ച് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിനോട് നിനക്കൊട്ടും താല്പര്യമില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇതിൽ ശ്രദ്ധിക്കുന്നതെന്ന് ചോദിക്കുന്നു. അതിന് മറുപടി പറയാതെ ഷോപ്പ് അടയ്ക്കാറായി, വേഗം മടങ്ങിപ്പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. സിയെ ജോലി കഴിഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇറങ്ങിയപ്പോഴും പക്ഷേ ഷിയാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്ത് ചെന്ന് നിന്നെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറയുന്നു. ഷിയാൻ സന്തോഷത്തോടെ ബുക്കെല്ലാം എടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നു. ഒരുമിച്ച് നടക്കുമ്പോൾ നീ ക്യാമ്പസിലോട്ട് ഇന്നിനി വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് അവൾ ചോദിക്കുന്നു. നാളെ രാവിലെ നേരത്തെ എനിക്ക് ലാബിൽ പോകണം, ഇതാവുമ്പോൾ സമയം ലാഭിക്കാമല്ലോ എന്ന് അവൻ മറുപടി നൽകുന്നു. നടക്കുന്ന കൂട്ടത്തിൽ ഷിയാൻ തിരിഞ്ഞ് നിഴലിലേക്ക് നോക്കി നിഴലിൽ കൈകൾ കോർത്തുപിടിച്ച് നടക്കുന്ന പോലെ തോന്നുന്ന വിധം കൈ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നടക്കുന്നു. ഇടയ്ക്ക് സിയെ തിരിഞ്ഞു നോക്കുന്ന കണ്ട് അവൾ കൈ മാറ്റിയെങ്കിലും അവളുടെ മുഖത്തെ ഗൂഢമായി ചിരി കണ്ട് എന്താണ് സംഭവം എന്ന് സിയെ ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ മുന്നോട്ട് നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിയാൻ വീണ്ടും നിഴലിലേക്ക് നോക്കി കൈ പിടിക്കുന്നു. അവൾ എന്താണ് ചെയ്യുന്നത് അറിയാൻ സിയെ പെട്ടെന്നിരിഞ്ഞതും ഷിയാൻ അവനെ ചെന്ന് ഇടിച്ച് വീഴാൻ തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. സിയെ പെട്ടെന്ന് അവളെ താങ്ങി പിടിച്ച് നേരെ നിർത്തുന്നു. തൊട്ടടുത്ത് ഷിയാൻ്റെ മുഖം കണ്ട് സിയെ കുറേ സമയം അവളെ തന്നെ നോക്കി നിന്ന് പോകുന്നു. ബോധം വന്നതുപോലെ പെട്ടെന്ന് കയ്യിലെ പിടിവിട്ട് അവൻ പിന്മാറുന്നു. ഷിയാൻ സന്തോഷം അടക്കാനാവാതെ ചിരിക്കുന്നുണ്ട്. ഷിയാനെ വിട്ടിട്ട് സിയെ ബോയ്സ് ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ വാതിൽക്ക വെച്ച് ഫെങ് അവനെ കാണുന്നുണ്ട്. പതിവില്ലാതെ സിയെ ഹോസ്റ്റലിലേക്ക് വന്ന കണ്ട് ഇതെന്ത് പറ്റിയെന്ന് ഫെങ് അന്വേഷിക്കുന്നു. ആ സ്റ്റാക്കർ വീണ്ടും വരില്ല എന്ന് ഉറപ്പാക്കണ്ടേന്ന് സിയെ പറഞ്ഞപ്പോൾ ഷിയാനെ കൊണ്ടുവിടാൻ നന്നാണ് എന്ന് തുറന്നു പറഞ്ഞാൽ പോലെ ഇങ്ങനെ വട്ടം ചുറ്റുള്ളതെന്ന് ചോദിച്ച് ഫെങ് അവനെ കളിയാക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ സിയെ ലാബിലേക്ക് ചെല്ലുമ്പോൾ ഫെങ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സിയ ഒരു ഫയൽ ബാഗിൽ നിന്ന് മേശപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്നു. ഫെങ് തുറന്നു നോക്കിയിട്ട് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞതല്ലേ, നിനക്കിപ്പോൾ ഇതെന്തിനാണ് എന്ന് ചോദിക്കുന്നു. വെറുതെ ഒന്ന് റിവേഴ്സ് ചെയ്യാമെന്ന് കരുതി എടുത്തതാണെന്ന് സിയെ പറയുന്നു. പുതുതായി നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് നൽകിയാൽ വളരെ ഉപകാരമായേനെ. ഷിയാൻ്റെ അതേ റൂമിൽ താമസിക്കുന്ന ഒരു സുന്ദരിയുണ്ട്, ഞാനിത് അവൾക്ക് കൊടുത്തോട്ടെ എന്ന് ഫെങ് ചോദിക്കുന്നു. സത്യത്തിൽ സിയയുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. കൊടുത്തോളാൻ അവൻ ഫെങ്ങിന് അനുവാദം നൽകുന്നു. ഫെങ് ഉടൻ തന്നെ അതുമായി ജീവനെ പോയി കണ്ട് അവൾക്കത് നൽകുന്നു. കുറച്ച് മാറി നിന്ന് ഷിയാനപ്പോൾ അത് കാണുകയായിരുന്ന ലിഷി, ഇവന് വേറെ പണിയൊന്നുമില്ലേ, അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾക്ക് അവനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെന്ന്. പിന്നെയും അവളുടെ പുറകെ നടന്ന് സമയം കളയുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട്. ജിയു തിരിച്ചു വന്ന് സ്റ്റഡി മെറ്റീരിയൽ ഷിയാനെ കാണിച്ചിട്ട് നീയും ഇതിൻ്റെ ഒരു കോപ്പി എടുത്തോളാൻ പറയുന്നു. ഷിയാൻ അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ തെറ്റായ വാക്കുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് സിയെ മുമ്പ് കൂടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ശീലമുണ്ടായിരുന്നല്ലോ എന്ന് അവൾ ഓർമ്മിക്കുന്നു. അന്ന് അവൾ സിയയുടെ കഫയിൽ പോയി പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി സിയോട് സംസാരിക്കാൻ വേണ്ടി കൗണ്ടറിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് കൊഞ്ചുന്നത് കണ്ട് ഷിയാൻ ആകെ ദേഷ്യം പിടിക്കുന്നു. അവൾ സൂത്രത്തിൽ സിയോട് വീചാറ്റ് അക്കൗണ്ട് ചോദിക്കുന്നത് കേട്ട് ഷിയാൻ പല്ലിറങ്ങുന്നു. സിയ പക്ഷേ അക്കൗണ്ട് നൽകാതെ അവളെ ഒഴിവാക്കി വിടുന്നുണ്ട്. ആ കുട്ടി പോയി കഴിഞ്ഞപ്പോൾ ഷിയാൻ അങ്ങോട്ട് നോക്കി ഇരിക്കുകയായിരുന്നു എന്ന് സിയെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവൻ ഫുഡ് കൊടുത്തുകൊണ്ട് ഷിയാന്റെ ടേബിളിൽ ചെന്നിരിക്കുന്നു. നിനക്ക് തിരക്കല്ലേ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ എന്തായാലും എനിക്ക് ഭക്ഷണം കഴിച്ചാലേ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ കഴിക്കാൻ തയ്യാറെടുക്കുന്നു. ടെസ്റ്റ് എടുത്ത് വരികയല്ലേ, നിനക്ക് ഇവിടെ വന്നിരിക്കാനുള്ള സമയമുണ്ടോ എന്ന് സിയെ ചോദിച്ചപ്പോൾ എനിക്ക് നിധി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഷിയാൻ അവൻ നൽകിയ സ്റ്റഡി മെറ്റീരിയൽ അവനെ കാണിക്കുന്നു. പ്രൊഫസർ ഇയുടെ റിസർച്ച് ഗ്രൂപ്പിൽ നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പം കടന്നുകൂടാനാവില്ല എന്ന് സിയെ പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെയാണ് ആദ്യം തോന്നിയത്. പക്ഷേ ഇത് വായിച്ചു നോക്കിയപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ ഇങ്ങനെ തെറ്റായ വാക്കുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ നിനക്ക് ഇങ്ങനെ ഒരു ശീലമുണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു എന്ന് ഷിയാൻ പറയുന്നു. പക്ഷേ അത് താനാണ് തയ്യാറാക്കി നൽകിയതെന്ന് സമ്മതിക്കാൻ സിയ തയ്യാറായിരുന്നില്ല. അവൻ്റെ ഒന്നും അറിയാത്ത പോലെയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് വെറുതെ തോന്നിയതായിരിക്കുമെന്ന് ഷിയാൻ സംശയിക്കുന്നുണ്ട്. സിയയ്ക്ക് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് എന്നവൻ പറയുന്നു. എനിക്കും വിശക്കുന്നുണ്ട്, എനിക്കും കൂടി കഴിക്കാൻ തന്നുകൂടെ എന്ന് അവൾ ചോദിച്ചെങ്കിലും അവൻ മൈൻഡ് ചെയ്യാതെ തനിച്ചിരുന്ന് കഴിക്കുന്നു. ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത ദിവസം സിയ നോട്ടീസ് ബോർഡിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. ഷിയാനും സംഘവും ഫെങ്ങിനൊപ്പം അവിടേക്ക് വരുന്നത് കണ്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. ജിയുവിൻ്റെ പേര് ഉറപ്പായും ലിസ്റ്റിൽ കാണും എന്ന് പറഞ്ഞ് പ്രതീക്ഷയുടെ ഫെങ് ലിസ്റ്റിൽ നോക്കിയെങ്കിലും അവൾക്ക് സെലക്ഷൻ കിട്ടിയിരുന്നില്ല. എനിക്ക് ആദ്യം മുതലേ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഞാൻ വേറെ ഫീൽഡ് വല്ലതും നോക്കാമെന്ന് പറഞ്ഞ് ജിയു അവിടെ നിന്ന് പോകുന്നു. ഫെങ് അവളുടെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. ഷിയാനും വലിയ പ്രതീക്ഷയൊന്നുമില്ല, ലിസ്റ്റ് നോക്കാൻ പോലും മടിച്ച് മാറി നിൽക്കുകയാണ്. ലിഷിയാണ് അവളുടെ പേരുണ്ടോ എന്നറിയാൻ നോക്കിയത്. ഷിയാന്റെ പേരിൽ കണ്ട് അവൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ഷിയാനോട് വിവരം പറയുന്നു. ഷിയാൻ വിശ്വാസം വരാതെ ഒന്നുകൂടി നോക്കുന്നു. ഉറപ്പായപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ഷിയാൻ ലിഷിയെ പോലും കൂടെ കൂട്ടാൻ കഥ എങ്ങോട്ടോ ഓടുന്നു. അതേസമയം ഷിയാന് സെലക്ഷൻ കിട്ടിയ വിവരം പ്രൊഫസർ ഈ സിയോട് പറഞ്ഞിട്ട്
സ്കൂളിൽ അവൾ നിന്റെ ജൂനിയർ ആയിരുന്നു എന്ന് അന്വേഷിക്കുന്നു. ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. അവൾ ഒരു വർഷം കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പഠിച്ചിരുന്നു എന്ന് സി എ പറയുന്നു. അവൾക്ക് ഇത്രയും മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവൾ ഓരോ സൊല്യൂഷനും ചെയ്തിരിക്കുന്നത് നീ ചെയ്യാറുള്ളത് പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവൾ വളരെ ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്ന് അവൻ പറയുന്നു. ആ സമയത്താണ് ഷിയാൻ പരിസരബോധമില്ലാത്തതുപോലെ സിയയുടെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞ് അവിടേക്ക് വന്നത്. പ്രൊഫസറെ കണ്ട് അവൾ പെട്ടെന്ന് നിശബ്ദയാകുന്നു. പറഞ്ഞുകൊണ്ടിരുന്ന ആൾ എത്തിയല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ബഹളമുണ്ടാക്കിയതിന് സോറി പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നു. നിന്റെ പേപ്പർ ഞാൻ കണ്ടു, അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷേ റിസർച്ച് ടീമിൽ അംഗമായി കഴിഞ്ഞാലും ഒരു അസസ്മെന്റ് പീരീഡ് ഉണ്ട് എന്ന് മറക്കണ്ട. അതിന് നന്നായി തയ്യാറെടുത്തിരുന്നോണമെന്ന് അദ്ദേഹം പറയുന്നു. അവൾ ഓക്കെ പറഞ്ഞപ്പോൾ എങ്കിൽ നിങ്ങളുടെ സംസാരം നടക്കട്ടെ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു. നിന്റെ കൂടെ വിദേശത്തേക്ക് പഠിക്കാൻ വരുന്നതിന് ഞാൻ കുറച്ചുകൂടി അടുത്തല്ലോ എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ അസസ്മെന്റ് പീരീഡ് ഇതിനേക്കാൾ കഠിനമായിരിക്കും. നിനക്ക് തരുന്ന ടാസ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് ഇവിടെ തുടരാൻ കഴിയില്ല എന്ന് സി എ പറഞ്ഞപ്പോൾ നിനക്ക് എപ്പോഴും എന്നെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ മാത്രമേ അറിയാവുള്ളൂ എന്ന് അവൾ ചോദിക്കുന്നു. സി എ എഴുന്നേറ്റ് നീ ഇഷ്ടത്തോടെയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ദിവസവും എക്സ്പെരിമെന്റ്സ് ചെയ്യണം, ഡേറ്റ കളക്ട് ചെയ്യണം, പ്രോഗ്രാംസ് എഴുതണം. നിനക്കൊന്നും ഇഷ്ടമായിരിക്കാൻ സാധ്യതയില്ല എന്ന് സി എ പറയുന്നു. നിനക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ പിന്നെ എനിക്കും ഇഷ്ടപ്പെടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞവൾ അവിടെ നിന്ന് പോകുന്നു. ശിശി സി എയോടുള്ള പിണക്കമൊക്കെ മറന്ന് മുറിയിൽ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഷിയാൻ റിസർച്ച് ഗ്രൂപ്പിൽ അംഗമായ വിവരം സി എ ശിഷിയോട് പറഞ്ഞപ്പോൾ അത് നന്നായി. അവൾ നിന്നോട് കുറച്ചുകൂടി അടുത്തില്ല എന്ന് ശിശി ചോദിക്കുന്നു. അവൾ ഹോക്കിങ്ങിലേക്ക് വന്നതും ഇപ്പോൾ റിസർച്ച് ടീമിൽ അംഗമായതുമെല്ലാം എനിക്ക് വേണ്ടിയാണ്, അല്ലാതെ അവൾക്ക് അതിനോട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല. ഷാദി നിനക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് സി എ ചോദിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഒളിച്ചു നടക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഷിയാനോടുള്ള ഇഷ്ടം മറച്ചുവെക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ശിശി പറയുന്നു. അടുത്ത ദിവസം ഷിയാനെയും സെലക്ട് ചെയ്യപ്പെട്ട ബാക്കി പുതിയ അംഗങ്ങളെയും പ്രൊഫസർ ലാബിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുന്നു. എല്ലാ മാസവും നിങ്ങൾക്ക് ചെയ്യാൻ ഓരോ ടാസ്ക് തരും. എല്ലാ ടാസ്കും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പതുക്കെ ഇവിടെ സ്ഥിരമായി നിൽക്കാൻ സാധിക്കും. ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തരാൻ ഡോങ് സഹായിക്കും. അടുത്ത ആഴ്ച എല്ലാവരും ആദ്യ ടാസ്ക് സബ്മിറ്റ് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം സീരിയസ് ആയി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഫെങ് പുറകിൽ നിന്ന് ഷിയാന് ഹായ് കാണിക്കുന്നു. അവളും ചെറുതായി കൈ കാണിച്ച് അവനെ നോക്കി ചിരിക്കുന്നു. പ്രൊഫസർ അത് കണ്ട് ദേഷ്യത്തിൽ ഫെങ്ങിനെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാൻ ഡോങ്ങിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു. ലാബ് 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കും. പ്രൊഫസർ ക്ലാസ് എടുക്കുന്നത് 6:30 മുതൽ 10:30 വരെയുള്ള സമയത്താണ് എന്നൊക്കെ പറഞ്ഞ് ഡോങ് ഓരോ കാര്യങ്ങളും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. നിങ്ങൾ ശരിക്കും ഈ ടീമിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള സമയം ഉണ്ടായിരിക്കില്ല. രാത്രിയും പകലുമെല്ലാം ലാബിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞ് ഡോങ് എല്ലാവരോടും ഓരോ സീറ്റിൽ പോയിരുന്നോളാൻ പറയുന്നു. അവൻ പിന്നെയും ഷിയാൻ്റെ അടുത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കണ്ട് അസൂയയോടെ അല്ലാതെ നോക്കാൻ സി എക്ക് കഴിയുന്നില്ല. ഷിയാനാണെങ്കിൽ ഇനി എപ്പോഴും സി എ കണ്ടുകൊണ്ടിരിക്കാവില്ല എന്ന സന്തോഷത്തിലാണ്. പക്ഷേ പിന്നീടുള്ള അവളുടെ ദിവസങ്ങൾ അത്ര സന്തോഷകരമായിരുന്നില്ല. കഴിക്കാനും ഉറങ്ങാനും നേരമില്ലാതെ അവൾ നെട്ടോട്ടത്തിലായിരുന്നു. ലാബിലിരിക്കുന്നതിനിടയിൽ സിയോട് റൊമാൻസ് കാണിക്കാനും അവൾ സമയം കണ്ടെത്തുന്നുണ്ട്. ആനിമേഷൻ ക്ലബ്ബിൽ മിക്ക കാര്യങ്ങൾക്കും അവൾ ലേറ്റായാണ് ഇപ്പോൾ എത്താറുള്ളത്. അവളുടെ റൂംമേറ്റ്സും ഫ്രീ ആയി എൻജോയ് ചെയ്യുന്ന സമയത്തും അവൾക്ക് എഴുതാനും പഠിക്കാനും മാത്രമേ സമയമുള്ളൂ. ഒരു ദിവസം പ്രൊഫസറുടെ ക്ലാസ്സിൽ നിന്ന് അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴും താടിക്ക് കൈ കൊടുത്തിരുന്ന് ഉറങ്ങുന്ന ഷിയാനെ പ്രൊഫസർ വിളിച്ചുണർത്തി ബാക്കിയുള്ളവരെല്ലാം ടാസ്ക് സബ്മിറ്റ് ചെയ്തു. നിന്റെ എവിടെയെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. എഴുതി കഴിഞ്ഞില്ല, കുറച്ച് സമയത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാമെന്ന് അവൾ പറഞ്ഞപ്പോൾ നിനക്ക് സമയത്തെക്കുറിച്ച് വല്ല ബോധവുമുണ്ടോ? ഇങ്ങനെയാണോ നീ റിസർച്ച് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച് അവളെ വഴക്ക് പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. സി എ പുറകിൽ നിന്ന് അതിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവരെപ്പോഴൊന്നും പറയുന്നില്ല. അന്ന് അവൾ കഫേയിൽ പഠിക്കാൻ വന്നിരുന്ന് കോട്ടുവാരുന്നത് കണ്ട് സി എ അവൾക്ക് കോഫി കൊണ്ട് കൊടുത്തിട്ട് മതിയാക്കി മടങ്ങി പോകാൻ പറയുന്നു. ഈ പ്രോഗ്രാമിലെ ബഗ്സിനെ ഇതുവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. സി എ കണ്ടില്ലെന്നടിച്ച് പോകാൻ തുടങ്ങിയെങ്കിലും അവനതിന് കഴിയുന്നില്ല. അവൻ തിരികെ ചെന്ന് അവളുടെ ബുക്ക് വാങ്ങി അവളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെയാണെങ്കിലും നീ മടുക്കും, നിനക്ക് അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവൻ പറയുന്നു. എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടും നിനക്ക് എന്താണ് മടുക്കാത്തതെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ നിന്നെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ആദ്യം നീ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കാൻ അവൻ പറയുന്നു. ആ ടാസ്ക് കഴിഞ്ഞ് അടുത്ത ടാസ്ക് കിട്ടിയപ്പോൾ മുമ്പത്തേനേക്കാൾ കഷ്ടമായി ഷിയാന്റെ അവസ്ഥ. അവളിപ്പോൾ ലൈബ്രറിയിൽ തന്നെയാണ് താമസം എന്ന് വേണമെങ്കിൽ പറയാം. ഇടയ്ക്ക് അവളെ കാണാൻ വേണ്ടി വന്ന ലിഷി നീ ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഈ ടാസ്ക് പൂർത്തിയാക്കിയാൽ അടുത്ത 3 മാസത്തെ മുഴുവൻ ടാസ്കും ഒഴിവാക്കാമെന്നും എന്നെ റിസർച്ച് ടീമിൽ സ്ഥിരമാക്കാമെന്നും പ്രൊഫസർ പറഞ്ഞുവെന്ന് ഷിയാൻ അറിയിക്കുന്നു. ഇത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ലിഷി ചോദിച്ചപ്പോൾ എങ്കിൽ പാക്കപ്പ് ചെയ്ത് മടങ്ങാമെന്ന് ഷിയാൻ പറയുന്നു. പ്രൊഫസർ മനഃപൂർവ്വം ഷിയാനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതല്ലേ? ആ ക്വസ്റ്റ്യൻസ് ജൂനിയേഴ്സിനായാലും സീനിയേഴ്സിനായാലും ആൻസർ ചെയ്യാൻ പറ്റാത്തത്ര ടഫ് അല്ലേ എന്ന് സി എ പ്രൊഫസറോട് ചോദിക്കുന്നു. അവൻ ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിൻ്റെ കോഡ് സംസാരത്തിനിടയിൽ അവന് തെറ്റുന്നുണ്ട്. ഷിയാൻ മാത്രമല്ല നീയും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നന്നായി തിരിച്ചറിയാൻ ശ്രമിക്കുക എന്ന് അദ്ദേഹം അവനോട് പറയുന്നു. ഷിയാൻ അപ്പോൾ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ ഡോങ് അവിടെ ഒരിടത്ത് വന്ന് ഇരിക്കുന്നത് കണ്ട് ജിയും മുടിയൊക്കെ ഒതുക്കി റെഡിയായിട്ട് അവനോട് പോയി സംസാരിക്കാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയ പറഞ്ഞുതരാൻ ലിഷിയോട് പറയുന്നു. ലിഷി വേഗം ഷിയാൻ്റെ മുന്നിലിരുന്ന ക്വസ്റ്റ്യൻ എടുത്ത് ജിയുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് അവനോട് പോയി ചോദിച്ചിട്ട് വരാൻ പറയുന്നു. നല്ല ഐഡിയ ആണെന്ന് പറഞ്ഞ് ജിയു അത് വാങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്നു. എനിക്കൊരു സംശയമുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ സമയമുണ്ടോ എന്ന് ചോദിച്ച് അവൾ ഡോങ്ങിനടുത്ത് ചെല്ലുന്നു. അതിനെന്താ പറഞ്ഞു തരാമല്ലോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വാങ്ങി നോക്കിയിട്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റായ നിനക്കെന്തിനാണ് പ്രൊഫസർ ഇത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് തന്നത് എന്ന് ഡോങ് ചോദിക്കുന്നു. ഇത് പ്രൊഫസർ ഈ ഷിയാന് കൊടുത്ത ചോദ്യമാണ്, ഇത് ആൻസർ ചെയ്താൽ മാത്രമേ അവൾക്ക് റിസർച്ച് ഗ്രൂപ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ജിയു പറഞ്ഞപ്പോൾ അവൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണല്ലോ എന്ന് ഡോങ് ചോദിക്കുന്നു. അവളുടെ ഹൈസ്കൂൾ ക്ലാസ്മേറ്റ്സായ സി എക്ക് വേണ്ടിയാണ് അവൾ ഇത്ര കഷ്ടപ്പെടുന്നത്. എല്ലാ ദിവസവും പാതിരാത്രി വരെ അവളിരുന്ന് പഠിക്കുന്നുണ്ട്.
അവൾ ശരിക്കും ടയേർഡായിരിക്കുന്നു. ഇതെല്ലാം റിസർച്ച് ടീമിൽ അംഗമായി സിയയ്ക്കൊപ്പം വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാണെന്ന് ജിയു പറയുന്നു. അവൾക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോയെന്ന് ഡോങ് ചോദിക്കുന്നു. പിന്നില്ലാതെ അവൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ജിയെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഈ ക്വസ്റ്റ്യൻ എനിക്കിപ്പോൾ സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് ഡോങ് പറയുന്നു. അത് സാരമില്ല, എന്നെ വീചാറ്റിൽ ആഡ് ചെയ്താൽ മതി, സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആൻസർ അയച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ വീചാറ്റ് ഐഡിയും വാങ്ങി മടങ്ങുന്നു. ജിയു വിജയഭാവത്തോടെയാണ് തിരിച്ചു പോയത്. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഡോങ്ങിനടുത്തിരിക്കുന്ന അവൻ്റെ ഫ്രണ്ട് എല്ലാ വർഷവും വിദേശത്തേക്ക് പോകാൻ ഒരു കോട്ട മാത്രമല്ലേ ഉള്ളൂ, പ്രൊഫസർ ഈ ആരും അറിയാതെ സിയെ അതിന് സെലക്ട് ചെയ്തോ എന്ന് ഡോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ഡോങ്ങിൻ്റെ വീചാറ്റ് ഐഡി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തിരികെ എത്തിയ ജീവനോട് ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയില്ല എന്ന് ലിഷി ചോദിക്കുന്നു. അവനും ഉത്തരം അറിയില്ല. പിന്നീട് വീചാറ്റിൽ അയച്ചു തരാമെന്ന് പറഞ്ഞു എന്ന് ജിയു പറഞ്ഞപ്പോൾ അത്രയ്ക്ക് ടഫ് ക്വസ്റ്റ്യൻ ആണോ ഇതെന്ന് ഷിയാൻ ചോദിക്കുന്നു. പ്രൊഫസർ മനഃപൂർവ്വം നിന്നെ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കുമോ എന്ന് ലിഷിയും അപ്പോൾ ചോദിക്കുന്നുണ്ട്. അന്ന് ലാബിൽ നിന്ന് എല്ലാവരും പോയി സിയെ ഷിയാനും മാത്രമായപ്പോൾ ഷിയാൻ അവനെ നോക്കി ഒരു പ്രത്യേക ചിരി പാസ്സാക്കുന്നുണ്ട്. ഉത്തരം കിട്ടാൻ തൻ്റെ സഹായം കിട്ടാനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സിയെ പതുക്കെ സ്ഥലം വിടാൻ ശ്രമിച്ചെങ്കിലും അവൾ ഓടിച്ചെന്ന് അവനെ പിടിച്ചു നിർത്തിയിട്ട് ആ ടാസ്ക് എൻ്റെ കഴിവിൽ ഒതുങ്ങുന്നതല്ല, എന്നെ സഹായിക്കണമെന്ന് പറയുന്നു. പറ്റില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഷിയാൻ അവൻ്റെ കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഈ ഒരു തവണത്തേക്ക് എന്നെ സഹായിച്ചുകൂടെ എന്ന് ചോദിച്ച് കെഞ്ചുന്നു. പക്ഷേ അവൻ്റെ കുലുക്കമില്ലാത്തതിനാൽ അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് പ്ലീസ് ഒന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും അപേക്ഷിക്കുന്നു. അവസാനം സിയെ തോൽവി സംബന്ധിച്ച് അവൾക്കൊപ്പം ഇരിക്കുന്നു. ഉത്തരം കണ്ടുപിടിക്കാനുള്ള വഴി ഓരോന്നായി ചെയ്തു നോക്കാൻ അവൻ അവളോട് പറഞ്ഞു കൊടുക്കുന്നു. അവളോട് എഴുതാൻ പറഞ്ഞിട്ട് സിയെ സിസ്റ്റത്തിൽ എന്തോ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഷിയാന് ശ്രദ്ധ എഴുതുന്നതിലൊന്നുമല്ല. അവൾ കള്ളക്കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് സിയെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുത്തൊക്കെ മാറ്റി വെച്ചിട്ട് അവൾ ഡയറിയിൽ അവൻ്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവൾ വേറെന്തോ പണിയിലാണ് എന്ന് മനസ്സിലാവുന്നതിനാൽ എഴുതാൻ പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ച് അവൻ അവളുടെ ബുക്ക് പിടിച്ചു വാങ്ങുന്നു. ഷിയാൻ അതിൽ സിയയുടെ ഒരു ചിത്രം വളരെ ഭംഗിയായി വരച്ചിരുന്നു. എനിക്കെന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞവൾ സോറി പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.